ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറുടെ ക്ലബ്ബായ സാന്റോസ് വളരെ ദയനീയമായ പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സീസണിൽ ആകെ 7 മത്സരങ്ങൾ സാന്റോസ് കളിച്ചു. പക്ഷേ ഒരെണ്ണത്തിൽ മാത്രമാണ് അവർ വിജയിച്ചിട്ടുള്ളത്. 3 തോൽവികളും 3 സമനിലകളും അവർക്ക് വഴങ്ങേണ്ടി വന്നിരുന്നു. എന്നാൽ നെയ്മർ ജൂനിയർ ഒരൊറ്റ മത്സരത്തിൽ പോലും കളിച്ചിട്ടില്ല. എന്നാൽ നെയ്മർ വന്നു കഴിഞ്ഞാൽ ടീമിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്നാണ് ആരാധകർ ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഈ വിഷയത്തിൽ സാന്റോസിന്റെ പുതിയ താരമായ ഗാബിഗോൾ തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ടീമിന്റെ പ്രകടനം മൊത്തത്തിൽ മോശമാണ്. നെയ്മർ വന്നു കഴിഞ്ഞു എന്ന് കരുതി എല്ലാത്തിനും പരിഹാരമാകില്ല. ഇനി നെയ്മർ അല്ല, മെസ്സിയോ റൊണാൾഡോയോ വന്നു കഴിഞ്ഞാൽ പോലും ഇതിന് പരിഹാരം കണ്ടെത്താൻ കഴിയില്ല എന്നാണ് ഗാബിഗോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരൊറ്റ വ്യക്തി വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും പരിഹാരമാകും എന്ന് വിശ്വസിക്കുന്ന പരിപാടിയുണ്ടല്ലോ, അത് നമ്മൾ ആദ്യം നിർത്തണം. നിലവിൽ എല്ലാവരും മോശമായിക്കൊണ്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയേക്കാം, പിന്നീട് നെയ്മറെയും കുറ്റപ്പെടുത്താൻ തുടങ്ങിയേക്കാം. എന്നാൽ നെയ്മർ എന്നല്ല, മെസ്സിയോ റൊണാൾഡോയോ വന്നാൽ പോലും മാറ്റം ഉണ്ടാവില്ല. ഒരൊറ്റ താരം വന്നുകൊണ്ട് മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. ടീം എന്ന നിലയിലാണ് നമ്മൾ പുരോഗതി കൈവരിക്കേണ്ടത്. ഇതാണ് ഗാബിഗോൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഈ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സാന്റോസ് ഗാബിഗോളിനെ തിരിച്ചെത്തിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല, ഹൈപ്പിനൊത്ത് ഉയരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഏതായാലും എല്ലാവരും ഇപ്പോൾ നെയ്മർ ജൂനിയറിലേക്കാണ് ഉറ്റുനോക്കുന്നത്. ഫെബ്രുവരി 5-ാം തീയതി പുലർച്ചെ സാവോ പോളോക്കെതിരെ ഒരു മത്സരം സാന്റോസ് കളിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.